بسم الله الرحمن الرحيم ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثين ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ രക്ഷിതാവും നിയന്താവുമായ റബ്ബുൽ ആലമീനായ അല്ലാഹു തആലയെ സ്തുതിക്കുന്നു. ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി റഹ്മത്തുൽ ആലമീനായി അള്ളാഹു നിയോഗിച്ച അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ ഉത്തമന്മാരായ അനുചരന്മാർ സഹാബെ കിറാം റളിയല്ലാഹു അൻഹുവിനും നമ്മളും നമ്മുടെ കുടുംബങ്ങളും അടക്കം ലോകത്ത് എന്നും എവിടെയും ജീവിച്ചു മരിക്കുന്ന വിശ്വാസിനികൾക്കും അല്ലാഹുവിൻ്റെ രക്ഷയും അവൻ്റെ കാവലും അവൻ്റെ കാരുണ്യവും അവൻ്റെ കൃപാകടാക്ഷങ്ങളും അവൻ വർഷിപ്പിക്കുമാറാവട്ടെ. ഭൗതികമായ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ രക്ഷ ലഭിക്കുന്നതോടൊപ്പം ഉഖറവിയായ ജീവിതത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ വിശാലമായ കാരുണ്യത്താൽ സ്വർഗത്തിൽ കുടുംബങ്ങളായി ഒരുമിച്ച് ചേരുവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകുകയും ചെയ്യണം. ഈ പള്ളിയിൽ വെച്ച് പുനരാരംഭിക്കുവാൻ പോകുന്ന ഇസ്ലാമിക ദഅവ പ്രവർത്തന ക്ലാസ്, അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്കാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അതിന് സൗഭാഗ്യം നൽകിയതിന് സ്തുതിക്കുകയാണ്. ഈ പള്ളിയിൽ ഏറെക്കാലം ഇതുപോലെയുള്ള സദസ്സിൽ സ്ഥിരമായി ക്ലാസ് എടുക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത ആളുകളും ഈ സദസ്സിലുണ്ട്. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുന്തോറും പ്രിയം വർദ്ധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നതിന് തെളിവാണ് ഈ പ്രദേശത്ത് നേരത്തെ ഈ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളുകൾ യാതൊരു സംഘടനാ വ്യത്യാസങ്ങളും കൂടാതെ ഇവിടെ ഇനിയും അത് കേൾപ്പിക്കുവാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്യണം എന്നാവശ്യപ്പെടുക എന്നത് പരിശുദ്ധ ഖുർആൻ്റെ മഹത്വമാണ്, വേറെ ആളുകളുടെ മഹത്വമല്ല അത്. ഏതായാലും എനിക്കും അതിൽ വളരെ സന്തോഷമുണ്ട്. കുറേ കാലം ഇവിടെ സ്ഥിരമായി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനോടുള്ള കടപ്പാട് നിർവഹിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകുകയും സൗകര്യങ്ങളും ചെയ്തു തന്ന് നമ്മെ തന്നെ അള്ളാഹു അതിന് നിയോഗിക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കേണ്ടത് വളരെ സുപ്രധാനമായൊരു വിഷയമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അത് ഇവിടെ അല്ല എന്നതാണ് നമ്മുടെ ഉറപ്പ്. ഇത് യഥാർത്ഥ ജീവിതമല്ല, താൽക്കാലികമായൊരു വിശ്രമ സ്ഥലത്ത് ഇറക്കി വിട്ടിരിക്കുകയാണ് അല്ലാഹു തആല നമ്മെ. തിരിച്ചു വിളിക്കും യഥാർത്ഥ ജീവിതത്തിലേക്ക്. ആ തിരിച്ചു പോക്കിനുള്ള ഒരുക്കത്തിലാണ് നമ്മളൊക്കെ. ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും പോകേണ്ടി വരും. ആ തിരിച്ചുപോക്കിനാണ് മരണം എന്ന് പറയുന്നത്. മരണം പ്രസംഗിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ല, അതെല്ലാവരും അങ്ങിങ്ങായി കണ്ടു കഴിഞ്ഞു. ഈ ഇരിക്കുന്നവർ അത് നേരിട്ട് അനുഭവിച്ചിട്ടില്ല എന്ന് മാത്രം. ഇനി അതേ ബാക്കിയുള്ളൂ. നമ്മേക്കാൾ പ്രായം കുറഞ്ഞ പലരും നമ്മുടെ പ്രിയപ്പെട്ടവരായി നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. പ്രായം കുറഞ്ഞവരും കൂടിയവരും
നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രസംഗിച്ച് ഒരു ഉറപ്പ് തരേണ്ട ഇല്ല. പിന്നെ പരലോകം, അനന്തര ജീവിതം, മഹ്ശറ, ബർസഖ് എന്നുള്ളതൊക്കെയാണ് ബാക്കിയുള്ളത്. അത് വിശ്വാസം അർപ്പിച്ച് വന്നിരിക്കുന്നവരാണ് ഈ സദസ്സിലുള്ളവരെല്ലാവരും. അതങ്ങനെ ഒന്നുണ്ട്, അതില്ല എന്നാണ് വിചാരമെങ്കിൽ ഈ സദസ്സിൽ ആരും വരില്ല. അപ്പോൾ പരലോകമെന്നൊന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യ ജീവിതമാണ്. അവിടുത്തെ രക്ഷയാണ് യഥാർത്ഥത്തിൽ രക്ഷ. അവിടെ നഷ്ടപ്പെട്ടാൽ മുഴുവൻ നഷ്ടമാണ് എന്ന ബേജാറോടുകൂടി വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു സദസ്സാണ് എൻ്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കത് പ്രത്യേകമായി സമർത്ഥിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു ഓർമ്മ പുതുക്കൽ മാത്രം. ഒരു ഓർമ്മ പുതുക്കൽ അത് ആവശ്യമാണോ? അത് മനുഷ്യന് വളരെ ആവശ്യമാണ്. മനുഷ്യൻ ആ ഓർമ്മ പുതുക്കൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകും. അതെങ്ങനെ വിട്ടുപോകും? അത്ര പ്രധാനപ്പെട്ടൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ടതാണ് പോക്കറ്റ് അടിക്കപ്പെടുക. ആവശ്യമില്ലാത്ത കുറേ കടലാസ് തുണ്ട് നമ്മൾ പോക്കറ്റിൽ നടന്നാൽ അത് ആർക്കും വേണ്ടി വരില്ല. വില വരുന്ന റിയാലുകളോ സ്വർണമോ ആണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെന്ന് അറിഞ്ഞാൽ അതേ അവൻ പോക്കറ്റടിക്കൂ. അപ്പോൾ ആരാണ് ഈ പോക്കറ്റടിക്കാരൻ? അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നും അതിസമർത്ഥനാണെന്നും സർവ്വ കഴിവും ഉപയോഗിച്ച് അവനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുമെന്നും അവൻ്റെ ലക്ഷ്യം നിങ്ങളെ നരകത്തിലെത്തിക്കുക എന്നതാണെന്നും അതിന് ഞാൻ തന്നെ അവന് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നും അവനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശത്രു എന്നും അവൻ്റെ പരിശ്രമഫലമാണ് മിത്രമായി ജീവിക്കേണ്ട നിങ്ങൾ പരസ്പരം ശത്രുക്കളാകുന്നത് എന്നും അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കണമെന്നും അവനെ ശത്രുവായി തന്നെ കാണണമെന്നും അല്ലാഹു തആല നമ്മോട് നിരന്തരം ആവശ്യപ്പെട്ടു. ഈ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും അംബിയ മുർസലീങ്ങളും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ടും പലപ്പോഴും പല ജീവിതത്തിൻ്റെ ചില രംഗങ്ങളിലൊക്കെ അവൻ നമ്മുടെ ഉറ്റമിത്രമായി നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവൻ അത് റാഞ്ചിയെടുക്കും. അനന്തര ജീവിതത്തിലുള്ള യഥാർത്ഥ ജീവിതത്തിലുള്ള ചിന്തയിൽ നിന്ന് അവൻ നമ്മെ തട്ടിക്കൊണ്ടുപോകും. ആ തട്ടിക്കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ ആവശ്യമായിട്ടാണ് ദൂതന്മാർ ഈ ലോകത്ത് പ്രബോധനം നടത്തിയത്. ഇനി ദൂതന്മാർ വരില്ല, അതിൻ്റെ ആവശ്യവുമില്ല. കാലാകാലം ജനങ്ങളെ ഇക്കാര്യം ഉത്ബോധിപ്പിക്കുവാൻ ആവശ്യമായ ഒരു സംരക്ഷിത ഗ്രന്ഥം, അതിൻ്റെ സംരക്ഷകൻ അള്ളാഹുവാണ്. ആ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അള്ളാഹു വെച്ച് തന്നിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ നമ്മൾ ജനങ്ങളെ അതിലേക്ക് വീണ്ടും വീണ്ടും ഓർമ്മ പുതുക്കി കൊണ്ടുപോവുക എന്നതാണ് ഈ ക്ലാസ്സും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക. ആ മരണം സുഖകരമാകുവാൻ എന്തൊക്കെ ചെയ്യണം, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മെ ഇങ്ങനൊരു വിചാരത്തിൽ, ഒരു വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയെന്നതാണ്. ജീവിതാനന്തരം യഥാർത്ഥ ഒരു ജീവിതം വരാനുണ്ടെന്നും ആ ജീവിതത്തിലേക്ക് ആവശ്യമായ സന്ദേശങ്ങളാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ അറിയിച്ചിട്ടുള്ളത് എന്നും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അത് നമ്മുടെ വകയല്ല, അള്ളാഹു നമുക്ക് അവൻ്റെ ഫളിലായി നൽകിയിരിക്കുന്നു. അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയില്ലായിരുന്നു. വല്ല ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ കുരിശു സ്ഥാപിച്ച ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ ഒക്കെ നമ്മൾ പോകുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം നമ്മെ രക്ഷപ്പെടുത്തി യഥാർത്ഥത്തിൽ മുസ്ലിമായി ജീവിക്കുവാൻ അവൻ്റെ ഫളിൽ കൊണ്ട് തൗഫീക്ക് നൽകി. അത് നമ്മൾ ഓർക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളത് ഓർക്കാറുണ്ട്. ഒരു പ്രസംഗം നടത്തുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ഉത്ബോധനം നടത്തുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നൊരു വ്യക്തി അത് പറയാതെ പോകാറില്ല. പ്രസംഗം നടത്തുന്ന ആളുകൾ പറയും, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ, ഞങ്ങളെ ഹിദായത്തിലേക്ക് എത്തിച്ചു തന്ന അള്ളാഹുവിന് തന്നെയാകുന്നു സർവസ്തുതിയും. അവനെങ്ങാനും നമ്മെ ഹിദായത്തിലേക്ക് എത്തിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഹിദായത്തിൽ എത്തിച്ചേരുമായിരുന്നില്ലല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ. ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ഞങ്ങൾക്ക് വെള്ളം നൽകുകയും ചെയ്തുകൊണ്ട് ഞങ്ങളെ മുസ്ലിമാക്കി തീർത്ത അള്ളാഹുവിന് സർവസ്തുതിയും. അതില്ലായിരുന്നുവെങ്കിലോ, ഹിദായത്തിൽ അള്ളാഹു തആല നമ്മളെ എത്തിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ
ഈ മഹത്തായ ഗ്രന്ഥത്തിന് പകരം രാമായണമോ ബൈബിളോ പിടിച്ച് നടക്കുമായിരുന്നു നമ്മൾ. അങ്ങനെ നമ്മൾ നടന്നു പോയിരുന്നുവെങ്കിൽ മരിക്കുമ്പോൾ തന്നെ നമ്മൾ നരകം കാണേണ്ടി വരുമായിരുന്നു. മരണശേഷം നേരെ നരകക്കുഴി നമ്മുടെ ഖബറാകുമായിരുന്നു. ഉയർത്തെഴുന്നേൽപ്പും ഖബറിലെ ജീവിതവും എല്ലാം വളരെ വിഭ്രാന്തിയിലും പ്രയാസത്തിലും നരകീയവുമായിരുന്നു. ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ്റെ മഹ്ശറ ദുസ്സഹമാകുമായിരുന്നു. അള്ളാഹുവിനെ അവൻ്റെ പരലോകത്തിൽ വെച്ച് കാണാൻ കഴിയുകയില്ലായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയുകയില്ലായിരുന്നു. ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ സാധ്യമാവുകയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുകയില്ലായിരുന്നു. നരകത്തിൽ സുസ്ഥിരമായി താമസിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ സംഭവിക്കാതെ അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തി എന്നതാണ് അന്നം ഭുജിച്ച മനുഷ്യൻ അതിൻ്റെ പ്രാർത്ഥനയായി പറയുമ്പോൾ വജഅലനി മിനൽ മുസ്ലിമീൻ, എന്നെ മുസ്ലിമാക്കുക കൂടി ചെയ്ത അല്ലാഹുവിന് സർവസ്തുതി എന്ന്. അത് ആ ജീവിതത്തിൽ, യഥാർത്ഥ ജീവിതത്തിൽ അതാകുന്നു ജീവിതമെന്നും നമ്മൾ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നു. വല്ലാഖിറതു ഖൈറും വഅബ്ഖാ, യഥാർത്ഥത്തിൽ ആഖിറത്തിലുള്ള ജീവിതമാകുന്നു ഖൈറായ ജീവിതം. അത് തന്നെയാകുന്നു എന്നെന്നും നിലനിൽക്കുകയും ചെയ്യുന്ന ജീവിതം. ഇത് എപ്പോഴും വിറ്റുപോകാവുന്ന, നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു ജീവിതം മാത്രമാകുന്നു എന്ന് നമ്മൾ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. മാത്രവുമല്ല, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ പ്രയാസങ്ങളോ മരണങ്ങളോ ദുരിതങ്ങളോ നേരിൽ കാണുകയോ അല്ലെങ്കിൽ ഉണ്ടായി നമ്മൾ കേൾപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഉടനെ നമ്മൾ പറയുന്നു, ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല, ഈ ജീവിതം അത്രേ ഉള്ളൂ എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ, നമ്മളും ഇവിടുന്ന് പോകേണ്ടവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാവരും അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടവരുമാണ് എന്നതിലപ്പുറം ഈ ദുന്യാവിന് വലിയ വില കൽപ്പിക്കേണ്ടതില്ല എന്ന്. അപ്പം ആ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ മരണത്തെക്കുറിച്ച്, ആ ജീവിതത്തിലേക്കുള്ള പോക്കിൻ്റെ തുടക്കമാകുന്ന മരണത്തെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കൊല്ലത്തിലൊരിക്കൽ വെക്കേണ്ടുന്നൊരു പരിപാടിയല്ല, ആഴ്ചതോറും അത് നിർബന്ധമായും കേട്ടിരിക്കണം എന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി തന്നു. അതാണ് പള്ളി മിമ്പറുകൾ. പള്ളി മിമ്പറുകളിലൂടെ മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനും മരണാനന്തര ജീവിതത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കുവാനും ദുന്യവിയായ ജീവിതത്തിന് നൈമിഷികത ഓർമ്മപ്പെടുത്തുവാനും അതുകൊണ്ട് ഒരുങ്ങി നിൽക്കാനും എപ്പോഴും വിളിക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് പള്ളി മിമ്പറുകളിൽ ഖത്തീബുമാരെന്നുകൊണ്ട് പറയുന്നത്. അപ്പം അത് അത്ര ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നിട്ടില്ലെങ്കിൽ അത് ഓർമ്മയിൽ നിന്ന് എപ്പോഴും ചോർന്നു പോകും എന്നതുകൊണ്ടാണ്. അത് പ്രസംഗങ്ങൾ മാത്രമല്ല, അതിനുള്ള സംവിധാനം അള്ളാഹു നമ്മുടെ ശരീരത്തിലൊക്കെ തന്നെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം നമ്മോട് പറയുന്നുണ്ട് പലപ്പോഴും, ഇനി ഇല്ല എന്നാ തോന്നുന്നു കേട്ടോ, കുറേ കാലം മുടിയൊക്കെ കുറേ കൊഴിഞ്ഞുപോയി, കുറേയൊക്കെ വെളുത്തും പോയി, പണ്ടത്തെ മാതിരി നടക്കാൻ പറ്റുന്നില്ല, കിടന്നാൽ ഉറക്കം കിട്ടുന്നില്ല, എന്ത് സുഖമായി ഉറങ്ങിയെന്ന് ഇപ്പോൾ ഉറക്കം വരുന്നില്ല. ഇങ്ങനെ ശരീരം മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പോരാ, അങ്ങിങ്ങായി നടക്കുന്ന മരണം ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി മാത്രമല്ലെന്നും ആ മയ്യത്തെടുക്കുന്നവനും കുളിപ്പിക്കുന്നവനും വാർത്ത അറിഞ്ഞവനും വിവരം കേട്ടവനും ഒക്കെ തൻ്റെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് യഥാർത്ഥത്തിൽ അവനെ മരിപ്പിച്ചത്. അതാണല്ലോ നമ്മൾ മണ്ണ് വാരിയിടുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ, സുന്നത്തായി ഹദീസിൽ വളരെ വ്യക്തമായോ അല്ല എന്നല്ല ഓർമ്മപ്പെടുത്തുന്നത്. മയ്യത്തിൻ്റെ കബർ മൂടിക്കൊണ്ട് നമ്മൾ മണ്ണ് വാരിയിടുമ്പോൾ പറയുന്നത് മയ്യത്തിനോടല്ലല്ലോ. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മയ്യത്തിന് കേൾക്കുകയില്ല നീ മണ്ണ് വാരിയിടണമെന്ന് അറിയല്ലോ. ഇത് മയ്യത്തിനോടല്ല യഥാർത്ഥത്തിൽ സംസാരിച്ചത്, പിന്നെ ആരോടാ? പടച്ചവനോടുമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാർത്ഥനയായിട്ട് പറയണമായിരുന്നു. സത്യത്തിൽ തന്നോട് നീ ഇപ്പം മയ്യത്തായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഏതാണ് അടുത്ത സെക്കൻഡിൽ നീയും ഇവിടെ വന്ന് കിടക്കേണ്ടവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണത്. മിൻഹാ ഖലഖ്നാകും, ഇതിൽ നിന്നാണ് നിങ്ങളെ എല്ലാവരെയും നാം സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പറയുമ്പോൾ ആരോടാ പറഞ്ഞ? മയ്യത്തിനോടല്ലല്ലോ. മിൻഹാ ഖലഖ്നാകും, ഇപ്പോൾ നീ മണ്ണ് വാരിയിടുന്നു, അടുത്ത സെക്കൻഡിൽ നിനക്ക് വേണ്ടി മറ്റാരെങ്കിലും മണ്ണ് വാരിയിടാൻ പോകുന്നു.
അതാണ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. മണ്ണ് വാരിയിട്ട് മണ്ണായി തീർന്നു പോകുമെന്ന് നീ വിചാരിക്കരുത്. നിന്നെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള താൽക്കാലിക സംവിധാനം മാത്രമാണ് നിന്നെ ഇപ്പോൾ മണ്ണിനടിയിൽ വെച്ചിരിക്കുന്നത്. വമിൻഹാ താറത്തൻ ഉഖ്റ, അതിൽ നിന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പം മരണവും മരണാനന്തര ജീവിതവും നമ്മെ നാം തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലപ്പോഴും ഒരു ഓർമ്മയായി മാറാതെ അതൊരു ചില മന്ത്രങ്ങളോ ധ്വനികളുമായി മാത്രം മാറുന്നു എന്നർത്ഥം. ഈ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി സത്യത്തിൽ നമ്മളെല്ലാവരും പരസ്പരം ബാധ്യസ്ഥരാണ്. പ്രസംഗങ്ങളൊന്നുമല്ലാതെ തന്നെ അതതിൻ്റെ എപ്പോഴെങ്കിലും ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. സത്യവിശ്വാസികൾ സത്യത്തിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഇടക്കിടക്ക്. സ്നേഹിതന്മാർ പരസ്പരം സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മൾക്കൊക്കെ വിനോദത്തിന് സ്ഥലം മതിയാകാതെ പരക്കം പായുന്ന ഒരു കാലമാണ്. ആഴ്ച തോറും വേണം, ഡെയിലി വേണം. ഒരു പ്രത്യേകിച്ച് ഗൾഫിലെ ജീവിതമൊക്കെ ആകുമ്പോൾ കുറേയൊക്കെ രസം വേണം. എന്ത് രസമാണെന്നറിയാമോ? സത്യത്തിൽ ജീവിതാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഭാര്യ ഭർത്താവിനോട് ഓർമ്മപ്പെടുത്തണം, ഭർത്താവ് ഭാര്യയോട് ഓർമ്മപ്പെടുത്തണം. നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മുടെ ഭാര്യയോട് പിന്നെ ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല, മരിച്ചു പോകണ്ടേ? അല്ല, മരിച്ചു പോകുമ്പോൾ എന്തായിരിക്കണം? ആയിഷ റളിയല്ലാഹു അൻഹയോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാതിരി, ആയിഷ, നീ എനിക്ക് മുമ്പ് മരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ മയ്യത്ത് കുളിപ്പിക്കും കേട്ടോ. നമ്മളെ ഭാര്യനോട് അത് പറഞ്ഞു നോക്കിയാൽ മതി, വിവരം അങ്ങോട്ട് അറിയും. ആ പൂതി മനസ്സിലിരിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് വേറൊന്ന് കെട്ടാനല്ലേ എന്ന് ഉടനെ ചോദിക്കും. നീയാണ് എനിക്ക് മുമ്പ് മരണപ്പെടുന്നതെങ്കിൽ ഞാൻ നിന്നെ കുളിപ്പിച്ച് നിനക്ക് വേണ്ടി ജനാസ നമസ്കാര കർമ്മങ്ങളൊക്കെ ഞാൻ നടത്തും എന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമല്ലത്, ഒരു പക്ഷേ നീ എനിക്ക് മുമ്പ് മരിച്ചേക്കാം ആയിഷ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് മുമ്പ് മരിച്ചേക്കാം ആയിഷ. മരണം എൻ്റെ നിയന്ത്രണത്തിലല്ല, നിന്റെയും നിയന്ത്രണത്തിലല്ല. അത് നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അതെപ്പോഴെന്ന് എനിക്കോ നിനക്കോ പറഞ്ഞുകൂടാ. അതുകൊണ്ട് മരണത്തിന് വേണ്ടി നീയും ഞാനും എല്ലാവരും ഒരുങ്ങിയിരിക്കണമെന്ന് ഭാര്യാഭർത്തൃ ജീവിതത്തിൽ പരസ്പരം സ്നേഹസമ്പന്നമായ രീതിയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. മക്കളോട് വാപ്പ ഓർമ്മപ്പെടുത്തണം, വാപ്പയോട് മക്കൾ ഓർമ്മപ്പെടുത്തണം, ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം ഓർമ്മപ്പെടുത്തണം. മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും ആ ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഓർമ്മയിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ നമ്മൾ പറയും വേണം, അങ്ങനെ ജീവിക്കരുത് കേട്ടോ. സത്യത്തിൽ ഇന്നലെ നീ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം നീ കണ്ടില്ലേ, ആ കുട്ടികൾ ഒരു ആഘോഷത്തിന് വേണ്ടി അവരവരുടെ ടീച്ചർമാരോടൊപ്പം പോയതല്ലേ, എന്തൊരു സന്തോഷമായിരുന്നു പോക്കിൻ്റെ തുടക്കത്തിൽ. പക്ഷെ അവർ തിരിച്ചു വന്നത് എങ്ങനെയായിരുന്നു? നമ്മളെല്ലാവരും കാണുകയാണല്ലോ, നേർക്കുനേരെ അല്ലെങ്കിലും ചെയ്തതേ. ആ ഗ്രാമം മുഴുവനും ആകമാനം സങ്കടത്തിൽ മുങ്ങിക്കുളിച്ചു എന്ന് പറഞ്ഞു. അവർ പോകുമ്പോൾ ആ കുട്ടികളുടെ ആനന്ദം എത്രയായിരുന്നു! എന്തുമാത്രം സന്തോഷത്തിലാണ് അവർ ആ എക്സ്കർഷൻ പോയത്. തിരിച്ചു വരാൻ അവർക്ക് കഴിഞ്ഞത് എങ്ങനെയായിരുന്നു? 18 എണ്ണം കുറഞ്ഞിട്ട്. അതൊരു ചെറിയത് മാത്രം. ഇതുപോലെ 100 അനുഭവങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിന് പറ്റിയ കാര്യങ്ങൾ നമ്മൾ തന്നെ മെനഞ്ഞെടുക്കുകയും വേണം. ഏതുപോലെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സാമ്പത്തികമായി അറേബ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത്ര സമ്പന്നനായ ഒരു വ്യക്തി ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ദീർഘകാലം ജീവിച്ചിരുന്നു. സാമ്പത്തികമായി എല്ലാ ഇടപാടുകളും ദീനിന് വേണ്ടി ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവേ, അബ്ദുറഹ്മാനെ നീ ഇബ്ലീസിന് വിട്ടുകൊടുക്കരുതേ നാഥാ എന്ന്. ധനം കൂടുതലുണ്ടാകുമ്പോൾ ഇബ്ലീസ് പാഞ്ഞെടുക്കും. ആരോഗ്യം കൂടുതലുണ്ടാകുമ്പോൾ ഇബ്ലീസ് ഓടിവരും. വെറുതെ സമയം ഉണ്ടാകുമ്പോൾ, ഒഴിവ് സമയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇബ്ലീസ് ഓടിവരും. ഒഴിവ് സമയം എന്ന് മുസൽമാൻ ഉള്ളതല്ല. അവന് ഒഴിവ് സമയമില്ല. അവൻ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് പ്രവർത്തനമായി ഇറങ്ങേണ്ടതാണ്. നമ്മളെല്ലാവരും ഒഴിവ് സമയം കണ്ടെത്തിയത് കൊണ്ടാണ് ഈ ദീൻ ഇവിടെ തകർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞു ദീൻ ഇവിടെ തകർന്നു? ദീൻ എവിടെ തകർന്നു? ദീൻ എവിടെ തകർന്നു എന്ന് ചോദിച്ചാൽ ഷഹാദത്ത് കലിമന്റെ അർത്ഥം പോലും അറിയാത്ത 10,000-കണക്കിന് മുസ്ലിമിനെ കാണാൻ പറ്റും. 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ ഷഹാദത്ത് കലിമയുടെ അർത്ഥം അറിയാത്തവരായി കാണാൻ പറ്റുമെങ്കിൽ ജീവിതം ഇസ്ലാം തകർന്നിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ മദ്രസയിൽ ചൊല്ലിപ്പടിച്ചുവല്ലോ, 2 ഷഹാദത്ത് കലിമയുടെ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലണമെന്ന്, അപ്പോഴേ മുസ്ലിമാവുകയുള്ളൂ എന്ന്.
അപ്പോഴേ മൂമിനാവുകയുള്ളൂ എന്ന്. എന്നാൽ ഇന്ന് പ്രായമായവരെയും അല്ലാത്തവരെയും ചെറുപ്പക്കാരെയും വിളിച്ച് ചോദിക്ക്, ഷഹാദത്ത് കലിമ ഒന്ന് ചൊല്ലാൻ പറ, എന്നിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറയാൻ മനസ്സിൽ ഉറക്കൽ പിന്നല്ലേ. അപ്പൊ ഇസ്ലാമികമായ പ്രവർത്തനം വളരെ മരവിച്ചു കിടക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടെ. എന്താ കാരണം? നമ്മൾ ഒഴിവ് സമയമുള്ളവരാണ്. പക്ഷേ നമ്മുടെ ഒഴിവ് സമയം എങ്ങനെ ചെലവഴിക്കണം കൂടി എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പ്രമുഖന്മാരായ സഹാബിമാരെല്ലാവരും കൂടി കാണാൻ ചെന്ന് രോഗശയ്യയിൽ കിടന്നപ്പോൾ അബ്ദുറഹ്മാൻ ഔഫിനെ കാണാൻ ചെന്ന് അവരിങ്ങനെ ആലോചിക്കുക, എന്ത് പറഞ്ഞിട്ടാണ് അബ്ദുറഹ്മാനെ നമ്മൾ സമാധാനിപ്പിക്കുക, എങ്ങനെയാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ നമ്മൾ പറയേണ്ടത് എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ച് പിടികിട്ടാതെയാണ് അവർ പോകുന്നത്. അങ്ങനെ സമാശ്വസിപ്പിക്കാൻ ചെന്നപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്തിനാ വന്നത്? എന്നെ സമാധാനിപ്പിക്കാനോ? എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ? എൻ്റെ മരണത്തെ ഞാൻ കാത്തു കിടക്കുകയാണ്. അതാ നോക്കൂ, എന്താണത്? കുറച്ച് വെളുത്ത തുണി അവിടെ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നു, അതിലേക്ക് തന്നെ നോക്കിക്കിടക്കുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അപ്പൊ സഹാബികൾ ചോദിച്ചു, മറ്റുള്ളവർ, അതെന്തിനാ? അത് എൻ്റെ ഉസ്താദാണ്, എനിക്ക് ഓർമ്മപ്പെടുത്തുകയാണത്. ഈ കിടത്തം ഇനി എത്ര സെക്കൻഡാണ് ഇവിടെ ഉണ്ടാകുക എന്ന് എനിക്കറിയില്ല. അത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ തുണി എന്നെ കഫം ചെയ്യുവാൻ വേണ്ടി ഞാൻ ചുരുട്ടി വെച്ചതാണ്. എൻ്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് എനിക്കുള്ള കഫം പുടവയാണത്, ഞാൻ അത് നോക്കി കിടക്കുകയാണ്. അത് തന്നെ ഇങ്ങനെ നോക്കിക്കിടന്നാൽ ഞാൻ മരിക്കുന്നത് ഞാൻ കാണും, എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ഞാൻ കാണും, എന്നെ മറവ് ചെയ്യുന്നത് ഞാൻ കാണും, ഞാൻ ഒറ്റക്ക കബറിൽ കിടക്കുന്നത് ഞാൻ കാണും, എൻ്റെ യൗമുൽ ഹിസാബ് ഞാൻ കാണും, എൻ്റെ ബർസഖ് ഞാൻ കാണും, എല്ലാം ഞാൻ കാണും. എനിക്കത് നോക്കി കിടന്നാൽ മതി. ആ വെളുത്ത തുണിയിൽ എൻ്റെ മരണം പൊതിഞ്ഞു വെച്ചതാണ്. ആ തുണി ഞാൻ നോക്കിക്കിടക്കാൻ കാരണം എൻ്റെ മരണത്തെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണത്. അപ്പൊ അങ്ങനെ മനുഷ്യനെ മറ്റുള്ളവർ ഓർമ്മപ്പെടുത്തുന്നതിന് പുറമെ അവനവൻ തന്നെ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണമെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. എന്താ കാരണം? മരണം ആരോടും സമ്മതം ചോദിച്ചു വരില്ല എന്ന്. ആരോടാ സമ്മതം ചോദിക്കുക? ഒരു മനുഷ്യനോടും ചോദിക്കൂല, അല്ല വന്നോട്ടെ എന്ന് ചോദിക്കുകയില്ല. ഒരു മരണവും ഒരു മനുഷ്യനെ മുട്ടി വിളിച്ചുകൊണ്ട് സമ്മതം ചോദിച്ചു വരികയില്ല കേട്ടോ. വലാ യഹാബു ഹിജാബൻ, ഒരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും അല്ലെങ്കിൽ ചികിത്സകളെയും കണ്ടു മാറിയവൻ നിൽക്കുകയില്ല, അത് പേടിച്ച് നിൽക്കുകയില്ല. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റൂല. അവിടെ മുഴുവൻ അതിവിദഗ്ധന്മാരായ ഡോക്ടർമാരിരിക്കുകയാണ്. എല്ലാവിധ യന്ത്രങ്ങളും അയാളുടെ ജീവിതം കുറച്ചുകൂടി നീട്ടിക്കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പം ഞാൻ അങ്ങോട്ട് കടന്നാൽ ശരിയാവില്ല എന്ന് മരണം നോക്കി നിൽക്കുകയില്ല. നിങ്ങളതെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സിറിഞ്ചിൽ മരുന്ന് കുത്തി ശരീരത്തിൽ തുളച്ചിരിക്കുന്നു, പക്ഷേ കൃത്യസമയത്ത് അതുകൊണ്ട് കയറി നിൽക്കും. ഓക്സിജൻ നിന്നു പോകും, ഗ്ലൂക്കോസ് നിന്നു പോകും, എല്ലാവരും കണ്ണിലായിരിക്കും പിന്നീട് വെള്ളം. അതല്ലാതെ ഒരു തരത്തിലുള്ള തടസ്സവും കണ്ട് മരണം വിട്ടു നിൽക്കുകയില്ല. വലാ യഖ്ബലു ബദീലൻ, ഒരുത്തനെയും ബദലായി സ്വീകരിക്കുകയില്ല മരണം. പ്രായമായി കിടന്ന് രോഗശയ്യയിൽ ദീർഘമായി കിടക്കുന്ന ഒരു വലിപ്പുണ്ട്, വീട്ടിൽ വല്യപ്പയുണ്ട്. ആ വല്യപ്പാനെ നോക്കുവാൻ ഈ ഒരൊറ്റ മകനേ ഉള്ളൂ. വേറെ ആരും അയാൾക്ക് മരുന്നൊപ്പിച്ചു കൊടുക്കാനോ ശുശ്രൂഷിക്കുവാനോ കഴുകി കൊടുക്കാനോ കുളിപ്പിക്കാനോ ഇല്ല. എങ്കിൽ മലക്കുൽ മൗത്ത് വന്നിട്ട് മകനെയാണ് റൂഹ് പിടിക്കാൻ കൽപ്പനയെങ്കിൽ എന്തിന് ആ വയസ്സനല്ലേ കൊണ്ടാകാൻ നല്ലത് എന്ന് വിചാരിച്ച് പകരക്കാരനെ സ്വീകരിച്ചു കൊണ്ടുപോവുകയില്ല. ആരുടെ ആത്മാവിനെ പിടിക്കാനാണോ കൽപ്പന അതങ്ങനെ ചെയ്യും. വലാ യർഹമു സഗീറാ, മാതാവും മടിത്തട്ടിൽ പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന പിഞ്ചോമനയെ സ്വീകരിക്കാനാണെങ്കിൽ ആ മാതാവിനും കുടുംബത്തിനും 100 മോഹങ്ങൾ, 100 പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ വെച്ച് താലോലി ഉമ്മ വെച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയെങ്കിൽ ആ കുട്ടിയോട് ഇപ്പം തന്നെ വേണോ ഈ പിഞ്ചോമനയെ എന്ന് കാണിച്ച് മരണം കനിവ് കാണിക്കുകയില്ല. വലായു വക്കിറു കബീറ, ഈ പ്രായമായവനോട് കുറച്ചുകൂടി സമയം ചോദിച്ചുകൂടെ, കൊടുത്തുകൂടെ? അദ്ദേഹത്തിൻ്റെ മക്കളെ കാണാനുണ്ടാവും, മരുമക്കളെ കാണാനുണ്ടാവും, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരാനുണ്ടാകും. എന്ത് മോഹമുണ്ടാവും അവർക്ക് കാണുവാനും പറയുവാനും ഇല്ല. വലായു വക്കിറു കബീറ, പ്രായമായവരോടുള്ള കരുണ കാണിക്കുകയും ചെയ്യുന്നതല്ല മരണം. അത് കൃത്യമായ സമയത്ത് അതങ്ങോട്ട് സംഭവിച്ചേ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, അതതിൻ്റെ കൃത്യമായ സമയത്ത് സംഭവിക്കും, നിങ്ങൾ അതിന് ഒരുങ്ങിയിരിക്കണം. അത് ആകെ ഈ ലോകത്ത് എന്തിനെങ്കിലും ഒരുങ്ങി തയ്യാറായി നിൽക്കാനുണ്ടെങ്കിൽ അത് മരണത്തിന് മാത്രം.
പിന്നെ ഒരുങ്ങാൻ ഒരു സെക്കൻഡ് സമയം കിട്ടുകയില്ല എന്നർത്ഥം. അപ്പം എന്താ ഇത്ര പ്രശ്നം? നമ്മൾ ജീവിക്കുന്ന ദുന്യാവിലായതുകൊണ്ട് തന്നെ പ്രശ്നം. ദുന്യാവിൽ എന്താ ബുദ്ധിമുട്ട്? ദുന്യാവ് കൊടും ചതിയനാണ്. അതെ, ദുന്യാവ് ചതിയനാണ്. ഏതുപോലെ ചതിയനാണ്? ഇബ്ലീസിനെ പോലെ ചതിയനാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഈ ഭൗതികമായ ജീവിതം നിങ്ങളെ ചതിയിലും വഞ്ചനയിലും അകപ്പെടുത്താതിരിക്കട്ടെ. ആ കൊടും വഞ്ചകനായ ചതിയനായ ഇബ്ലീസും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അവ രണ്ടും നമ്മളെ ചതിക്കും. പക്ഷെ ഒന്നാമത്തെ ചതിയും രണ്ടാമത്തെ ചതിയും ചതിയാണെന്ന് തോന്നൂല എന്ന് മാത്രം. പിന്നെന്താ ഉണ്ടാവുക? അതൊക്കെ നമുക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും തരുന്ന ചില ആളുകളായിട്ടേ തോന്നുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ തന്നെ ഇതിനു വേണ്ടി പരക്കം പാഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് പോലും ചിലപ്പോഴൊക്കെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നു. ചിലപ്പോഴൊക്കെ മനുഷ്യൻ വേറെന്തൊക്കെയോ ആയിപ്പോകുന്നു. അല്ലാഹു തആല സൂറത്തു തകാസുർ എന്നൊരു അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നു. അത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ദുനിയാവിൻ്റെ തകാസുർ, അതിൻ്റെ വലുപ്പത്തിൽ, അതിൻ്റെ പൊങ്ങച്ചത്തിൽ, അതിൻ്റെ ആധിക്യത്തിൽ മറന്ന് 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 നിങ്ങൾ എവിടെ എത്തുന്നറിയാമോ? മരണത്തെ അങ്ങ് മറന്നുപോകും. ഖബറിനെയും നിങ്ങൾ മറന്നുപോകും. നിങ്ങൾ ഖബറിലെത്തണം എന്ന ബോധവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ഖബർ സന്ദർശിക്കണമെന്ന ബോധം നിങ്ങൾക്ക് മറന്നുപോകും. ഖബർ സന്ദർശിക്കണ ബോധം ഇല്ലാതെയായാൽ മരിച്ചു പോകേണ്ട ബോധം ഇല്ലാതാകും. ഖബർ സന്ദർശിക്കുവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സുന്നത്തായി കൽപ്പിച്ചത് സന്ദർശിക്കുന്നവൻ്റെ മരണത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്താനാണ്, അവൻ്റെ ഓർമ്മ പുതുക്കാനാണ്. കുന്തു നഹൈതുകും മൻ സിയാറത്തുൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഞാൻ നേരത്തെ നിങ്ങളോട് ഖബർ സിയാറത്തിനെ വിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഖൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നേരത്തെ ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ വിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക തന്നെ വേണം. എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ മരണത്തെ, നിങ്ങളുടെ ആഖിറത്തിനെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരും. അപ്പോൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത്, രോഗിയെ സിയാറത്ത് ചെയ്യുന്നത്, എനിക്കും രോഗം വരാം, എനിക്ക് രോഗം നൽകാതെ ആരോഗ്യം തന്ന അള്ളാഹുവിനെ ഓർമ്മാക്കാൻ വേണ്ടിയാണ്. രോഗിയെ സന്ദർശിക്കുന്നതോ അത് സത്യത്തിൽ അവനവൻ്റെ മരണത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷേ ഖബർ സിയാറത്ത് ചെയ്ത്, ആ ഖബർ സിയാറത്ത് ചെയ്യാൻ ഇപ്പം എവിടെ നമുക്ക് നേരം? ഇല്ലല്ലോ. ഇപ്പം നാട്ടിൽ ചെന്നാൽ ഇവിടെയാണെങ്കിലും മരിച്ചോടുത്ത് പോകാമെന്നൊരു സമ്പ്രദായമുണ്ട്. പക്ഷേ എങ്ങനെ നമ്മൾ പറയാറതിനെ? ഒന്ന് മുഖം കാണിച്ച് വരട്ടെ അവിടെ പോയിട്ട്. ആർക്ക്? മയ്യത്തിനോ? മയ്യത്തിന് എന്താ മുഖം കാണിക്കണേ? അയാൾ നോക്കൂലല്ലോ. അപ്പോൾ എല്ലായിടത്തും ഒരു ക്യാമറ സന്ദർശനം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് മരിച്ചോടത്തും പോയിട്ട് മക്കളോടോ ബന്ധപ്പെട്ടവരോടോ ഞാൻ വന്നിട്ടുണ്ടെന്ന്, ചിലപ്പോൾ ചിലയിടത്ത് അഡ്രസ്സ് എഴുതിയാൽ പൂജക്ര അവിടെ വെച്ചിട്ടുണ്ട് പോരും ഞാനും വന്നിട്ടുണ്ടായിരുന്നു എന്നറിയാൻ. അത്രയേ ഉള്ളൂ ഇപ്പോൾ മരണത്തിൻ്റെ സന്ദർശനം. അതുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. മരിച്ച ആൾ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഖബർ സന്ദർശിക്കുക, മയ്യത്തിൽ പങ്കെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യത്തിൻ്റെ കൂടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കെടുത്ത് മറവ് ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്ന ഒരാൾക്ക് 2 ഉഹദ് മലയോളം പ്രതിഫലമുണ്ട്. എന്തേ ഇപ്പം അതുകൊണ്ട് കിട്ടി? എന്തിനാണ് ആ പ്രതിഫലം പ്രഖ്യാപിച്ചത് അള്ളാഹുവിൻ്റെ റസൂല്? അത്രയും സമയം അതിനോട് ചുറ്റിപ്പറ്റി ഉണ്ടാകുമ്പോൾ അവൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു പച്ചപ്പ് മനസ്സ് കുറേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ഒന്ന് മുഖം കാണിച്ചു വന്നാലോ അല്ല തീരും. അതുകൊണ്ടാണ് അത് കഴിയുന്നത് വരെ നിൽക്കുന്നവർക്ക് ഇത്ര വലിയ പ്രതിഫലം ഇസ്ലാം പ്രഖ്യാപിക്കുവാൻ കാരണം. അപ്പോൾ ഈ അധ്യായം എന്ത് പറഞ്ഞു? അൽഹാക്കും അത്തകാസുർ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ആധിക്യ പെരുമയുണ്ടല്ലോ,
ആ പെരുമയൊക്കെ കൂടി നിങ്ങളെ അശ്രദ്ധയിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹത്താ സൂർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ മരണത്തെ വരെ നിങ്ങൾ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും ശരി എന്ന് വല്ലതും ചേർക്കാമെങ്കിൽ ഖല്ലാ സൗഫ തഅലമൂൻ, അല്ല അത് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. അത് നിങ്ങൾ അറിയുക തന്നെ ചെയ്യുന്നതിന് അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുന്നർത്ഥം. സുമ്മ, വീണ്ടും എടുത്തു പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആനിലില്ല. ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആനിലില്ല. പരിശുദ്ധ ഖുർആന്റെ ഓരോ വചനവും ആസൂത്രിതമായ അക്ഷരങ്ങൾ കൊണ്ട് അള്ളാഹു കൃത്യമായി ഉണ്ടാക്കിയതാണ്. അപ്പൊ സുമ്മ കല്ല, പിന്നെയും വേണ്ട കേട്ടോ, സൗഫ തഅലമൂൻ, നിങ്ങളത് അറിയുക തന്നെ ചെയ്യുന്നുമല്ല, നിങ്ങൾക്ക് നേർക്കുനേർ ഐനുൽ യഖീനായി നിങ്ങളത് കാണും. ഐനുൽ യഖീൻ എന്ന് അതാണ് അനുഭവിക്കൽ തന്നെ. അത് മരണം മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ ലതറവുന്നൽ ജഹീം, പിന്നീട് നരകമാണ് നിങ്ങൾ കാണേണ്ടി വരിക. കണ്ടാൽ മതിയാവുകയില്ല. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, കൃത്യമായി യഖീനായ കണ്ണുകൊണ്ട് തന്നെ അത് അനുഭവിച്ച് തന്നെ നിങ്ങളിരിക്കും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ അനുഗ്രഹീതമായി ജീവിച്ചു പോകുന്ന ദിനാത്രങ്ങളെ കുറിച്ച് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നു. എല്ലാം പറഞ്ഞു. ബർസഖ് പറഞ്ഞു, മരണം പറഞ്ഞു, യൗമുൽ ഹിസാബ് പറഞ്ഞു, വിചാരണ പറഞ്ഞു, നരകം പറഞ്ഞു, എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു ആയത്തിൽ, ആ ചെറിയൊരു സൂറത്തിൽ. അതിങ്ങനെ പറയുകയാണ്. എന്താ മരണം വന്നാൽ അതൊരു വരവ് തന്നെയാണ്. മരണത്തിന്റെ വരവ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. പരിഭ്രാന്തിയുടെയും വിഭ്രാന്തിയുടെയും വെപ്രാളത്തിന്റെയും ഒരു സന്ദർഭമാകുന്നു നിന്റെ സക്റാത്തുൽ മൗത്ത്. അത് നിനക്ക് വന്നിരിക്കുന്നു എന്ന് ഈ ഇരിക്കുന്ന നമ്മൾക്കാർക്കും വന്നു കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ആയത്തിന് വജാഅത്, അത് വന്നു കഴിഞ്ഞിരിക്കുന്നത് പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. നമുക്ക് സക്രാത്തുൽ മൗത്തിന്റെ ഹാല് വന്നു കഴിഞ്ഞതുപോലെ ഉറപ്പായത് സംഭവിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുവാൻ, അത് വന്നു കഴിഞ്ഞാൽ കണ്ണിന്റെ അവസ്ഥ മാറും, മനുഷ്യന്റെ കാതിന്റെ അവസ്ഥ മാറും, മനുഷ്യന്റെ ചിന്തയുടെ അവസ്ഥ മാറും, എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സക്രാത്തുൽ മൗത്തിന്റെ ഹാലിൽ അതുവരെ കണ്ടിരുന്നവരെ കാണാതാവുകയും അതുവരെയും കാണാത്തവരെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുവരെയും കേൾക്കുന്നതെല്ലാം കേൾക്കാതെയാവുകയും ഇതുവരെ കേട്ടിട്ടില്ലാത്തത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുവരെ അനുഭവിക്കാത്തത് ശരീരത്തിന് അതുവരെ അനുഭവിച്ചതെല്ലാം മറന്നു പോവുകയും ഇനി അനുഭവിക്കേണ്ടത് അവന്റെ ശരീരത്തിന് സൂചന നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മക്കളെയോ ഭാര്യയെയോ കുടുംബത്തെയോ കാണുന്നില്ല. അയാൾ കാണുന്നത് മുഴുവനും മലക്കുകളെയാണ്. ഇതുവരെയും അയാൾ മലക്കുകളെ കണ്ടിട്ടുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കണ്ണ് അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞു. നീ ഈ ദുനിയാവിൽ നിന്ന് പോകാൻ പോവുകയാണ്. ഇനി നിനക്ക് കൂട്ടുകാരായുള്ളവർ ഈ മലക്കുകൾ മാത്രമായിരിക്കും. മക്കളും ഭാര്യയും കുടുംബവും ഒന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഇത് നിന്റെ വേർപാട് തന്നെയാണ്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നു, വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. നിന്നെ കൊണ്ടുപോകുന്നത് റബ്ബിന്റെ നാഥന്റെ അടുത്തേക്കാകുന്നു. നിന്റെ രക്ഷിതാവിന്റെ അടുത്തേക്കുള്ള പോക്കിന്റെ സമയമാണ്. അതുകൊണ്ട് ഇപ്പോൾ മലക്കുകളെ കാണൂ. നിനക്കിനി അനുഭവിക്കുവാനുള്ള ഭവനമാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിനക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാകുമെന്നാണ് നിന്നോട് മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യന്റെ സർവാവസ്ഥയും മാറും. ആ സർവാവസ്ഥയും മാറി അവൻ മരണത്തിലേക്ക് മെല്ലെ മെല്ലെ പ്രവേശിക്കുമ്പോൾ അവന്റെ ജീവിതം അവൻ ഓർത്തു, ഞാൻ ഇതിന് മാത്രം ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ, ഈ പോയി കിടക്കാവുന്ന വീടിനെ വിശാലമാക്കാൻ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലല്ലോ, ആ വീട് ഇരുണ്ടതാകാതിരിക്കുവാനും വെളിച്ചമുണ്ടാകാനും ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവിടെ മലക്കുകൾ വന്ന് എന്നെ ആശ്വസിപ്പിക്കുവാൻ മാത്രം സൽപ്രവർത്തനങ്ങൾ എൻ്റെ കൈവശമില്ലല്ലോ, എനിക്ക് സ്വർഗം ലഭിക്കുവാൻ എനിക്കൊന്നും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലല്ലോ, എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണോ? അല്ല, സമയം കിട്ടിയിരുന്നുവല്ലോ. അതുകൊണ്ട് സമയം കിട്ടിയിട്ടും പ്രവർത്തിക്കാത്ത മനുഷ്യൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പണിയെടുക്കാത്ത മനുഷ്യൻ, അവൻ മരിക്കുമ്പോൾ പറയും, റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു.
പടച്ചവനെ ഇപ്പോൾ തന്നെ എന്നെ മരിപ്പിക്കാതെ കുറച്ചു നേരവും കൂടി എനിക്ക് നീ തരയണമേ നാഥ. അത് കെഞ്ചി കേളി കരഞ്ഞപേക്ഷിക്കുന്ന ഒരു അപേക്ഷയാണ് അള്ളാഹുവിനോട്. മരിക്കാൻ അവൻ ഇഷ്ടമില്ല. ഇപ്പോൾ മരിച്ചാൽ അവൻ എത്തിച്ചേരുന്നത് നരകമാണെന്ന് അവൻ കണ്ടു കഴിഞ്ഞു. ഇതേ രൂപത്തിൽ മരിച്ചാൽ അവന്റെ ഖബർ അവൻ എടുക്കുന്നത് അവൻ കണ്ടു കഴിഞ്ഞു. ആ രൂപത്തിൽ മരിച്ചാൽ മലക്കുകളുടെ മുഖഭാവം അവൻ കണ്ടു കഴിഞ്ഞു. ആ മലക്കുകൾ അവനോട് പെരുമാറുന്നതും സംസാരിക്കുന്നതും ഭീകരമാണ്. പേടിച്ചു വിറക്കുകയാണ്. ആ പേടിച്ച് വിറച്ചുകൊണ്ട് ഒരു സെക്കൻഡ് പോലും തിരിച്ചു കൊടുക്കാതെ അള്ളാഹു വിളിക്കുമ്പോൾ അപ്പോഴാണ് അവന്റെ കരുത്താർന്ന കണങ്കാലുകൾ കൂട്ടിയടിക്കുന്നു. അവൻ വിയർത്തു പോകുന്നു. അവൻ പരിഭ്രമിച്ചു പോകുന്നു. അവൻ എഴുന്നേറ്റ് ഓടാൻ നോക്കുന്നു. പക്ഷേ കൈകാലുകൾ കാവതില്ല. അടിച്ചുകൊണ്ടിരിക്കുന്നു അവനെ മലക്കുകളെ. അടി തടുക്കാൻ ശ്രമിക്കുന്നു. കൈ പൊങ്ങുന്നില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വൽതഫത്തിസ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ് ഫലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കദ്ദബ വതവല്ല. എന്തുകൊണ്ട് സംഭവിച്ചു ഈ ദുർഗതി? എന്തുകൊണ്ട് കാരുണ്യവാനായ റബ്ബ്, മഹാകാരുണികനായ തമ്പുരാൻ നിന്നെ ഈ രൂപത്തിൽ ശിക്ഷയോടുകൂടി മരിപ്പിച്ചു? നിന്റെ സംരക്ഷണത്തിന് നിത്യേനയായി എപ്പോഴും 4 മലക്കുകളെ നിന്റെ കൂടെ പറഞ്ഞയച്ച റബ്ബ് നിന്നോടുള്ള കരുണ എന്തുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല? നിന്നെ അടിക്കാനാണല്ലോ ഇപ്പോൾ മലക്കുകളെ അയച്ചത്. കുറ്റം ആരുടേതാണ്? കുറ്റം നിന്റേത് തന്നെ. നീ ആ പടച്ചവനെ ഓർക്കാതെയാണ് ജീവിച്ചത്. ആ പടച്ചവനെ കുറിച്ച് ചിന്തിക്കാതെയാണ് ജീവിച്ചത്. ഇനി നിനക്ക് കിടക്കേണ്ട ആ ഭവനമുണ്ടല്ലോ, ആ നരകമാകുന്ന ഭവനം, അത് നരകം തന്നെയായിരിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റഅയ്തു മൻറൻ ഖത്ത് ഇല്ലാ വൽ ഖബ്ർ അഫ്ളഹു മിൻഹു. ഞാൻ ഈ ലോകത്ത് ഇത്ര ഭീകരമായ ഒരു ഭവനവും ഒരു പ്രദേശവും കണ്ടിട്ടില്ല. ഖബറിനേക്കാളും ഭീമാകാരമായ പേടിച്ചരണ്ടു പോകുന്ന ഒരു കാഴ്ച ഞാൻ ഈ ദുനിയാവിൽ കണ്ടിട്ടേയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് അടങ്ങുന്ന സഹാബ സ്ത്രീകൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങളെല്ലാവരും കൂടി സ്ഥലം മറന്നു അട്ടഹസിച്ച് കരഞ്ഞുപോയി. ഖബറിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോ ഖബറിന്റെ വിഷമത്തെക്കുറിച്ചും അവിടുത്തെ അദാബിനെ കുറിച്ചും അവിടുത്തെ പ്രയാസങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നപ്പോ ഞങ്ങൾ കൂടെ ആരുണ്ടെന്ന് നോക്കിയില്ല. ഞങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് സ്ഥലകാല ബോധം മറന്നുകൊണ്ട് ലജ്ജന്നാസു, ഞങ്ങളെല്ലാവരും കൂടി അട്ടഹസിച്ച് കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു കരഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, ഇതാണ് ഖബറിന്റെ അദാബ് എങ്കിൽ എന്നെ പോലെയുള്ള ദുർബലരായ സ്ത്രീകൾ എങ്ങനെയാണത് സഹിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. മറുപടി, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ. ആയിഷ, എല്ലാവരും ആ വേദനയല്ല അനുഭവിക്കേണ്ടി വരിക. അതിൽ സുഖസമ്പൂർണമായ ജീവിതം നൽകപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങേയറ്റത്തെ ആദരവും കാരുണ്യവും ലഭിക്കുന്ന ആളുകളുണ്ട്. അവിടെ വിശാലമായി ആക്കപ്പെടുന്ന ആളുകളുണ്ട്. അവള് വെളിച്ചം ലഭിക്കപ്പെടുന്ന ആളുകളുണ്ട്. ആ ഖബറും ആ സത്യവിശ്വാസിയെയും ഖബറൊന്ന് എടുക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ദീർഘകാലമായി തൻ്റെ പിഞ്ചോമന കുഞ്ഞിനെ കാണാതെ തിരഞ്ഞു നടക്കുന്ന ഒരു ഉമ്മ കൊച്ചുനാളിൽ തൻ്റെ കുഞ്ഞിനെ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിനെ തിരഞ്ഞ് ഭ്രാന്ത് ആയതുപോലെ ഒരു മാതാവ് നടക്കുന്നു. അങ്ങനെ ഏറെക്കാലം തിരഞ്ഞു നടന്ന് ആ കുഞ്ഞിനെ ആ ഉമ്മയുടെ കയ്യിൽ കിട്ടിയാൽ ആ കുഞ്ഞിനെ മാറോട് ചേർക്കുന്ന ഒരു ചേർക്കലില്ലേ ആയിഷ? അതുപോലെ ആയിരിക്കും സത്യവിശ്വാസി ഖബറിലേക്ക് എത്തിയാൽ ആ ഖബർ, ആ ഭൂമിയാകുന്ന ഖബർ, ആ മനുഷ്യനോടുള്ള അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്ത ആ ഭൂമി, ആ ഖബർ ആ മനുഷ്യനെ സ്നേഹപൂർവ്വം ഒന്ന് പുണരുകയുള്ളൂ. അല്ലാത്തവന്റെ എല്ലുകൾ കോർത്തുപോകും. അല്ലാത്തവന്റെ കൂടെ സർപ്പങ്ങൾ വന്നു കിടക്കും. 70ഓളം പാമ്പുകളുള്ള, ഓരോന്നിനും 90 തലകളുള്ള പാമ്പുകൾ എന്ന് ചില ഹദീസുകളിൽ കാണുന്നു. സുഖമല്ല അവിടെ, സുഖമാവും ചെയ്യും അവിടെ. അതിന് വേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണത് സുഖമാക്കിയെടുക്കാൻ സാധിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഫീ ഖബരിഹി, ഒരു സത്യവിശ്വാസി അവന്റെ ഖബറിൽ ഫീ റൗളത്തുൽ ഖൽറാ, സ്വർഗ പൂങ്കാവനത്തിന്റെ ഒരു ഭാഗമാകും അത്. ആ ഖബർ അവനെ സ്വാഗതം ചെയ്യും, അതവന് വിശാലമാക്കി കൊടുക്കും. വയുനവ്വിറു ലഹു ഖൽ ഖമരി ലൈലത്തുൽ ബദർ,
നമ്മൾ എന്തെന്ന് പറയാ, ലൈലത്തുൽ ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രന്റെ രാവിൽ എങ്ങനെയായിരിക്കും വെളിച്ചമുണ്ടാവുക, അതേ രൂപത്തിൽ അവന്റെ ഖബർ അവന് വെളിച്ചമാക്കി കൊടുക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൃപയാൽ നമുക്ക് ആ സൗഭാഗ്യം നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, പക്ഷേ അവിടെ ചെന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ അവിടെ വരുന്നു, ഖബറിൽ വരുന്നു. സത്യവിശ്വാസികളുടെ അമലുകൾ വരുന്നു അവിടെ മുമ്പ്, മലക്കുകൾക്ക് മുമ്പ്. അവൻ്റെ നമസ്കാരം, അവൻ്റെ നോമ്പ്, അവൻ്റെ സൽക്രമങ്ങൾ, അവൻ്റെ മനുഷ്യബന്ധങ്ങളുടെ ചേർക്കലുകൾ, പിണങ്ങിയ ബന്ധങ്ങളെ ഇണക്കി ചേർക്കുന്ന മഹാസൗഭാഗ്യത്തിൻ്റെ പുണ്യകർമ്മങ്ങളൊക്കെ അവിടെ വരുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സുജൂദുകൾ വർദ്ധിപ്പിക്കുക, നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക, ദിക്റുകൾ അധികമാക്കുക, ഖുർആൻ പാരായണം നിരന്തരമാക്കുക. നിർത്താത്തൊരു അമലാവട്ടെ ഖുർആൻ പാരായണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ, ഹദീസ് ഞാൻ ചുരുക്കി പറയട്ടെ, ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവനോട് ചോദ്യം ചെയ്യും. അവനതിന് ജീവൻ നൽകി എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് അവനോട് ചോദിക്കും, മാ തഖൂലു ഫി ഹാദർ റജുൽ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ചോദിച്ചത്. ഈ മനുഷ്യൻ എന്ത് പറയുന്നു? ആരാണിദ്ദേഹം? ആരാണിദ്ദേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ആദ്യം അള്ളാഹുവിനെ അംഗീകരിച്ചിരിക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. അള്ളാഹുവാണ് നാഥൻ എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിൽ നിന്നും അണുവളവ് വ്യതിചലിച്ചു പോകാത്ത ജീവിതവുമായി ജീവിതത്തെ പോയ ഭാഗ്യവാൻ. ആ ഭാഗ്യവാനായ മനുഷ്യന്റെ അടുത്ത് ആരുമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ മലക്കുകൾ അവിടെ എത്തും. അവന് വേണ്ട ഒത്താശകൾ ചെയ്തുകൊണ്ടിരിക്കും. മരിക്കുമ്പോഴും ബർസഖിലും എല്ലാ സമയത്തും അവന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്ന ഗുണകാംക്ഷികൾ, നിന്റെ യഥാർത്ഥ ഔലിയാക്കന്മാർ ഞങ്ങളാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നിനക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെയുള്ള ആ സത്യവിശ്വാസിയോട് ചോദിച്ചാൽ ഫയഖൂലു അഷ്ഹദു അന്നഹു റസൂലുള്ളാഹ് ജാഅ ബിൽ ഹഖ് മിൻ ഇൻദില്ലാഹ്. ആ സത്യവിശ്വാസി മലക്കുകളോട് പറയും, ഈ മനുഷ്യനെ പറ്റി എന്താണ് നിങ്ങൾ പറയുന്നത് ചോദിച്ചാൽ, എനിക്ക് സംശയമില്ല, അഷ്ഹദു, ഞാനിതാ വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ്, അന്നഹു റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ തന്നെയാണ് അദ്ദേഹം. എങ്ങനെയാണ് റസൂലായതെന്നറിയാമോ? ജാഅ ബിൽ ഹഖ് മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള ഹക്കുമായി ഞങ്ങളിൽ വന്ന് ഞങ്ങൾക്ക് റസൂലായി നിയോഗിക്കപ്പെട്ട റസൂൽ തന്നെയാണ് ഇദ്ദേഹം എന്നും അള്ളാഹുവിനോട്, ആ മലക്കുകളോട് മറുപടി പറയും ഈ സത്യവിശ്വാസി. ആ മനുഷ്യനോട് അള്ളാഹുവിന് എന്ത് ഇഷ്ടമായിരിക്കുമെന്നോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞ മനുഷ്യനോട് അള്ളാഹുവിന് ഇഷ്ടമായി. അത്രക്കിഷ്ടമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട്. അള്ളാഹുവിന് ഇഷ്ടമായ മനുഷ്യനെ മലക്കുകൾക്ക് അള്ളാഹു കൽപ്പന കൊടുക്കുന്നു, ആ മനുഷ്യനോട് ശാന്തമായി ഉറങ്ങാൻ പറയുക. ആ മനുഷ്യന്റെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം നിങ്ങൾ തുറന്നു കൊടുക്കുക. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സ്വർഗത്തിന്റെ ഒരു വിരിപ്പും വിരിച്ചു കൊടുത്തുക. എന്നിട്ട് അദ്ദേഹത്തോട് മലക്കുകൾ പറയും, നം ആമിനൻ കനൗമത്തൽ അറൂസ്, ഒരു പുതുമണവാളൻ ആ മണവാട്ടിയുടെ വീട്ടിലുറങ്ങുന്ന സംതൃപ്തിയോടും ആദരവോടും കൂടി നീ ഇവിടെ ശാന്തമായി ഉറങ്ങിക്കൊള്ളുക എന്ന് ആ മനുഷ്യനോട് അറിയിക്കപ്പെടും.